ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മക്കളുടെ EVSൻ്റെ പരിസര പഠനത്തിൻ്റെ 7ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. നാം ജീവിക്കുന്ന ലോകം എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് വേണ്ട 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി EVSൻ്റെ ചാപ്റ്റേഴ്സ് മാത്രം മതിയെങ്കിൽ STD3 EVS എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ പാഠം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കവിടെ ചിത്രം കാണുന്നില്ലേ? അതിൽ കാണുന്ന 2 കുട്ടികൾ സമതയും സയാനുമാണ് കേട്ടോ. ടീച്ചർ ക്ലാസ്സിലെത്തിയപ്പോൾ സമതയും സയാനും തമ്മിൽ തർക്കം നടക്കുകയായിരുന്നു. സയാൻ: ഭൂമി പരന്നത് തന്നെയാണ്, എനിക്കുറപ്പാണ്. സമത: അങ്ങനെയല്ല, പരന്നതെങ്കിൽ ഭൂമിക്കൊരു അതിര് വേണ്ടേ? സയാൻ: കടലല്ലേ ഭൂമിയുടെ അതിര്? ടീച്ചർ അവരുടെ സംശയത്തിലിടപെട്ടു. എങ്കിൽ കടലിലൂടെ വീണ്ടും മുന്നോട്ട് പോയാലോ? അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നാൽ അത് എവിടെ ചെന്നായിരിക്കും അവസാനിക്കുക? ഭൂമിയെ മുഴുവനായി കാണണമെങ്കിൽ നമ്മൾ എവിടെ വരെ യാത്ര ചെയ്യണം? ഇങ്ങനെയുള്ള ഒത്തിരി സംശയങ്ങൾ അവർക്കുണ്ട്. അവരത് ടീച്ചറുമായിട്ട് ചോദിച്ചു. ടീച്ചർ അതിനെല്ലാം മറുപടി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മുടെ പാഠത്തിലുടനീളം പറയുന്നത് കേട്ടോ. നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ? ഉണ്ടെങ്കിൽ അത് തീർക്കാനാണ് നമുക്ക് ഈ പാഠം പഠിക്കേണ്ടത്. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. ബഹിരാകാശത്ത് നിന്നും എടുത്ത ഭൂമിയുടെ ചിത്രം നോക്കൂ. ഭൂമിക്ക് എന്താകൃതിയാണ് മക്കളെ ഉള്ളത്? ഭൂമി ഉരുണ്ടിട്ടാണ്, ഗോളാകൃതിയാണ് അല്ലേ? ഈ ചിത്രത്തിൽ ഏതാകൃതിയിലാണ് നിങ്ങൾ ഭൂമിയെ കാണുന്നത്? ഗോളാകൃതിയിലാണ് ഭൂമിയെ കാണുന്നത്. പക്ഷേ ഭൂമി പരന്നതായിട്ടാണല്ലോ നാം കാണുന്നത് എന്നൊരു സംശയം ആ കുട്ടി അവിടെ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? വലിയ ഭൂമിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഭാഗം മാത്രം കാണുമ്പോൾ നമുക്ക് ശരിക്ക് ആകൃതി ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നമുക്കത് പരന്നതായിട്ട് തോന്നുന്നത്. ഇത് കണ്ടെത്തുന്നതിനായിട്ട് നമുക്കൊരു ചെറിയ പരീക്ഷണം ചെയ്തു നോക്കാം. ഒരു പ്ലാസ്റ്റിക് പന്തെടുത്ത് അതിലൊരു ചെറിയ ചതുരം അടയാളപ്പെടുത്തുക. ആ ഭാഗം മുറിച്ചെടുക്കുക. മുറിച്ചെടുത്ത ഭാഗം ഉരുണ്ടതോ അതോ പരന്നതോ? പരന്നതാണ് അല്ലേ? അപ്പോൾ ഉരുണ്ട പന്തിൽ നിന്നും ഒരു ചെറിയ ഭാഗം മുറിച്ചെടുക്കുമ്പോൾ നമുക്കത് പരന്നതായിട്ട് തോന്നുന്നുണ്ട്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെയാണ് ഭൂമിയും. വലിയ ഭൂമിയാണ്. ആ ഉരുണ്ട ഭൂമിയിൽ നിന്ന് ഒരു ചെറിയ ഭാഗത്ത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് പരന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. പന്ത് ഭൂമിയും ചതുരം നമ്മുടെ പ്രദേശവുമാണെങ്കിൽ ഭൂമിയുടെ ഗോളാകൃതി കാഴ്ചയിൽ നമുക്ക് അനുഭവപ്പെടാത്തതിൻ്റെ കാരണം എന്തെന്ന് ഇനി പറയാമോ? പറഞ്ഞൂടെ മക്കളെ? വലിയ ഭൂമിയിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ പ്രദേശം. അതുകൊണ്ടാണ് അത് പരന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. ഉരുണ്ട ആകൃതിയിലുള്ള വസ്തുക്കളെ ഗോളം എന്ന് വിളിക്കാം. അപ്പോൾ ഭൂമിക്ക് ഏതാകൃതിയാണ്? ഗോളാകൃതിയാണ് ഉള്ളത്. മഗല്ലൻ്റെ യാത്ര. ഭൂമി ഉരുണ്ടതാണെന്ന് ചില കപ്പൽ യാത്രക്കാർ വളരെ മുമ്പേ മനസ്സിലാക്കിയിരുന്നു. അവരിൽ ആദ്യത്തെയാളാണ് ഫെർഡിനൻഡ് മഗല്ലൻ. മഗല്ലനും കൂട്ടരും ഒരു പായ്ക്കപ്പലിൽ യാത്ര തുടങ്ങി. ഒരേ ദിശയിലാണ് അവർ സഞ്ചരിച്ചത്. യാത്ര വളരെ പതുക്കെയായിരുന്നു. വർഷങ്ങൾക്കൊടുവിൽ ആ പായ്ക്കപ്പൽ യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു. എങ്ങനെയായിരിക്കും ഇത് സംഭവിച്ചത്? ഭൂമിക്ക് ഗോളാകൃതി ആയതുകൊണ്ട് തന്നെ, ഉരുണ്ട ആകൃതി ആയതുകൊണ്ട് തന്നെ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ ഒരേ ദിശയിൽ സഞ്ചരിച്ചാൽ എത്തുന്നതാണ്. ഭൂമിയുടെ മാതൃക. ഭൂമിയുടെ ചെറു മാതൃക ഉണ്ടാക്കിയാൽ അത് എങ്ങനെയിരിക്കും? കൂട്ടുകാരെ, ഞാനാണ് ഗ്ലോബ്. ഭൂമിയുടെ ഒരു ചെറിയ മാതൃക. ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ എന്നെ ഉപയോഗിക്കൂ. അപ്പോൾ ഭൂമിയുടെ മാതൃകയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോബ്. കണ്ടോ, ഭൂമി 23 ഡിഗ്രി ചെരിഞ്ഞിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്ലോബും 23 ഡിഗ്രി ചെരിവിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്ലോബിന് ഗോളാകൃതിയാണ്. ഇനി ഗ്ലോബ് നിരീക്ഷിച്ച് നോക്കൂ. ഗ്ലോബിൽ ഏറ്റവും കൂടുതലായി കാണുന്ന നിറം ഏതാണ്? നീല നിറമാണ്. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് കടലിനെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റു നിറങ്ങളിൽ കാണുന്ന ഭാഗങ്ങളോ? അത് കരഭാഗമാണ്, അഥവാ രാജ്യങ്ങളും വൻകരകളും ഒക്കെയാണ്. കരഭാഗമാണോ കടലാണോ കൂടുതൽ? കടലാണ് കൂടുതലെന്ന് നിങ്ങൾക്ക് ഗ്ലോബ് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകും. കരഭാഗത്തിൻ്റെ ഏകദേശം 2.5 മടങ്ങോളം കടൽ ഭാഗമുണ്ട് എന്നാണ് പറയുന്നത്. ആകാശം നോക്കാം. നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിട്ടില്ലേ? എന്തെല്ലാം കാഴ്ചകളാണ് ആകാശത്തുള്ളത്? നക്ഷത്രങ്ങളുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, മറ്റനേകം ഗോളങ്ങളുണ്ട് അല്ലേ? ആകാശം എവിടെയെല്ലാം കാണുന്നുണ്ട്? ആകാശം നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തലയ്ക്ക് മുകളിലായിട്ടാണ് കാണുന്നത്. പക്ഷേ ഭൂമിക്ക് ചുറ്റും എന്താണ്? ആകാശം നമുക്ക് കാണാം. തലയ്ക്ക് മുകളിൽ മാത്രമാണോ ആകാശം കാണുന്നത്? അല്ല. സ്കൂൾ മൈതാനത്തിന് നടുവിൽ ചെന്ന് ആകാശം നിരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ ഏതെല്ലാം വശങ്ങളിൽ ആകാശം കാണുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണേ.
ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ചിത്രീകരണം നിരീക്ഷിക്കൂ. കണ്ടോ മക്കളെ, ആകാശം എവിടെയാണ്, സൂര്യൻ എവിടെയാണ്, ഭൂമി എവിടെയാണ്, ചന്ദ്രൻ എവിടെയാണെന്ന് മനസ്സിലായോ? ആകാശം ഭൂമിയുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ കാണപ്പെടുന്നുണ്ടെന്ന് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലായില്ലേ? ആകാശത്ത് ഭൂമിയെ കൂടാതെ മറ്റു പല ഗോളങ്ങളുമുണ്ടല്ലോ. ഏതൊക്കെയാണവ? അപ്പോൾ ഭൂമിയെ കൂടാതെ ചന്ദ്രൻ ഒരു ഗോളമാണ്, സൂര്യൻ ഒരു ഗോളമാണ്, അതുപോലെ ചൊവ്വ, പിന്നെ ബുധൻ, ശുക്രൻ, വ്യാഴം, നെപ്റ്റ്യൂണ്, യുറാനസ് തുടങ്ങി ഒട്ടേറെ ഗ്രഹങ്ങളും അതിനുള്ള ഉപഗ്രഹങ്ങളുമെല്ലാം ആകാശത്തുണ്ട്. ഇതെല്ലാം ഗോളാകൃതിയിൽ തന്നെയാണ് ഉള്ളത്. പകൽ നക്ഷത്രങ്ങൾ എവിടെ? അവിടെ ഒരു കുട്ടി ടീച്ചറോട് ഒരു സംശയം ചോദിക്കുന്നുണ്ട്. എന്താണത്? പകൽ എന്താ ടീച്ചർ നക്ഷത്രങ്ങളെ കാണാത്തത്? അപ്പോൾ ടീച്ചർ പറയുന്നു, നമുക്കൊരു പരീക്ഷണത്തിലൂടെ അത് കണ്ടെത്താം. വെളുപ്പ് നിറത്തിലുള്ള ഒരു ചെറിയ LED ബൾബ് സൂര്യപ്രകാശമുള്ള തുറസായ സ്ഥലത്ത് വെച്ച് പ്രകാശിപ്പിക്കുക. വെളിച്ചം നിരീക്ഷിക്കുക. ഇതേ പ്രവർത്തനം അടച്ചിട്ട ഇരുട്ടുമുറിയിൽ വെച്ച് ചെയ്യുക. വെളിച്ചത്തിലുള്ള വ്യത്യാസം നിരീക്ഷിക്കുക. എന്തു മാറ്റമാണ് കണ്ടെത്തിയത്? വെളിച്ചമുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ LED ബൾബ് കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രകാശം നമുക്ക് വല്ലാതെ കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഇരുട്ടത്ത് LED തെളിക്കുമ്പോൾ നമുക്ക് നല്ല വെളിച്ചമുള്ളതുപോലെ തോന്നുന്നുണ്ട് അല്ലേ? തുറസായ സ്ഥലത്ത് LED പ്രകാശിക്കുന്നത് കാണാൻ പ്രയാസമല്ലേ? അതെ. കാരണം എന്തായിരിക്കും? കാരണം തുറസായ സ്ഥലത്ത് പകൽ വെളിച്ചത്തിൽ സൂര്യൻ്റെ വെളിച്ചം ഓൾറെഡി അവിടെയുണ്ട്. അപ്പോൾ ആ വെളിച്ചത്തിൽ നമുക്ക് ഈ വെളിച്ചം കാണാൻ സാധ്യമാകുന്നില്ല. പകൽ സമയം സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കാത്തത്. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രമാണെന്ത്? സൂര്യൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രകാശം കിട്ടുന്നതും സൂര്യനിൽ നിന്നായിരിക്കും. അപ്പോൾ മറ്റ് നക്ഷത്രങ്ങളുടെ പ്രകാശം നമുക്ക് വലുതായിട്ട് രാവിലെ അനുഭവപ്പെടാത്തതും അതുകൊണ്ടാണ്. രാത്രികാലങ്ങളിൽ മറ്റ് നക്ഷത്രങ്ങളെ കാണുന്നത് എന്തുകൊണ്ടാണ്? രാത്രികാലങ്ങളിൽ നമുക്ക് സൂര്യനെ കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണല്ലോ ഭൂമിയിൽ ലഭിക്കുന്നത്. ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ സൂര്യനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏത് ആകൃതിയിലാണ് സൂര്യനെ കാണാറുള്ളത്? ഗോളാകൃതിയിൽ തന്നെയാണ് അല്ലേ? ഭൂമിയെ അപേക്ഷിച്ച് സൂര്യൻ വളരെ വലിയ ഗോളമാണ്. വളരെ ദൂരെയായതിനാലാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂര്യൻ ചെറുതായി തോന്നുന്നത്. ചന്ദ്രനെ നിരീക്ഷിക്കാം. ഭൂമിക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളമായ ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയില്ല. സൂര്യൻ്റെ പ്രകാശം തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ തിളക്കത്തിനും രാത്രിയിലെ നിലാവിനും കാരണം. അപ്പോൾ രാത്രിയിലും വെളിച്ചം നൽകുന്നത് സൂര്യൻ തന്നെ. എന്താ മക്കളെ, മനസ്സിലായോ? ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപഗ്രഹമാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് കാണുന്ന ഗോളവും എന്താണ്? ചന്ദ്രനാണ്. ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് രാത്രി ചന്ദ്രന് പ്രകാശിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? കാരണം സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ തട്ടി അത് നമ്മുടെ കണ്ണുകളിലേക്ക് പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചന്ദ്രൻ പ്രകാശിക്കുന്നതായിട്ട്, ചന്ദ്രന് വെളിച്ചമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്. സൂര്യൻ എന്തു വലുപ്പം? സൂര്യൻ നിങ്ങളുടെ ക്ലാസ് മുറിയുടെ വലുപ്പമുള്ള ഒരു പന്താണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഒരു മുത്തിനോളം ചെറുതായിരിക്കും ഭൂമി. ചന്ദ്രനാകട്ടെ ഒരു കടുകുമണിയുടെ വലുപ്പമേ ഉണ്ടാകൂ. എന്നാൽ അസ്തമയ സമയത്തെ സൂര്യനെയും പൂർണ്ണ ചന്ദ്രനെയും നോക്കിയാൽ ഒരേ വലുപ്പമായി തോന്നും. എന്തുകൊണ്ടായിരിക്കാം? കാരണം സൂര്യൻ അപ്പോൾ നമ്മിൽ നിന്നും ഒരുപാട് അകലെയാവുന്നത് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ വലുപ്പം കുറഞ്ഞതായിട്ട് തോന്നുന്നത്. ഒരു ഫുട്ബോൾ മേശപ്പുറത്ത് വച്ച് വലുപ്പം നിരീക്ഷിക്കൂ. ശേഷം അതേ ഫുട്ബോൾ സ്കൂൾ മുറ്റത്ത് ഏറ്റവും അകലെയായി വെച്ച് ദൂരെ നിന്നും വലുപ്പം നിരീക്ഷിക്കൂ. ഒരേ ഫുട്ബോൾ തന്നെ ആദ്യം വലുതായും പിന്നീട് ചെറുതായുമല്ലേ കാണുന്നത്? എന്തായിരിക്കാം കാരണം? കാരണം അകലം കൂടുമ്പോൾ വലുപ്പം കുറഞ്ഞതായിട്ട് തോന്നുന്നു. സൂര്യൻ ഭൂമിയിൽ നിന്ന് വളരെ അകലെയാണ്. എന്നാൽ ചന്ദ്രനോ? ചന്ദ്രൻ ഭൂമിയോട് അടുത്താണ് ഉള്ളത്. സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രൻ ഭൂമിയുടെ അടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. പകലും രാത്രിയും. അമേരിക്കയിലുള്ള അച്ഛനോട് സമ്മത സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ. എങ്കിൽ ശരി അച്ഛ, എനിക്ക് ഉറക്കം വരുന്നു, ഗുഡ് നൈറ്റ്. അപ്പോൾ അച്ഛൻ പറയുന്നു, ശരി മോളെ, ഞാൻ രാവിലെ ഓഫീസിലെത്തിയതേ ഉള്ളൂ. നമുക്ക് രാത്രിയായിരിക്കുമ്പോൾ അമേരിക്കയിൽ പകലാവുന്നത് എന്തുകൊണ്ടായിരിക്കാം? മക്കളെ, സിമ്പിളാണ് ഉത്തരം. എന്താണ്? നമ്മൾ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സൂര്യൻ കറങ്ങുന്നില്ല. ഓക്കെ, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സമയത്ത് ഭൂമിക്ക് സൂര്യനെ അഭിമുഖീകരിച്ച് വരുന്ന ഭൂമിയുടെ ഭാഗം കറങ്ങി വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു സമയമാകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് എത്തുന്നു. അതായത് സൂര്യനെ കാണാത്ത രീതിയിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് ആ ഭാഗത്ത് രാത്രിയും അമേരിക്കയിൽ അല്ലെങ്കിൽ അതിൻ്റെ മറുവശത്ത് സൂര്യപ്രകാശം തട്ടുന്ന ഭാഗത്ത് പകലുമായിട്ട് തോന്നുന്നത്.
ഇക്കാര്യം കുറച്ചുകൂടെ വ്യക്തമാകുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ പരീക്ഷണം ചെയ്തു നോക്കാം. ക്ലാസ് മുറിയുടെ വാതിലും ജനലുകളും അടയ്ക്കുക. ഇപ്പോൾ മുറിക്കുള്ളിൽ ഇരുട്ടായല്ലോ. പരീക്ഷണത്തിനായി ഒരു എമർജൻസി ലൈറ്റ് ഉപയോഗിക്കാം. ഇത് സൂര്യനായി സങ്കല്പിക്കുക. ഇനി ഗ്ലോബിൽ അമേരിക്ക ഉൾപ്പെടുന്ന ഭാഗത്ത് വെളിച്ചം വരത്തക്ക വിധം എമർജൻസി ലൈറ്റ് തെളിച്ചു നോക്കൂ. ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗത്ത് വെളിച്ചം വീഴുന്നുണ്ടോ? ഇല്ല. എന്താണ് നിങ്ങൾ കണ്ടെത്തിയത്? അമേരിക്കയിൽ വെളിച്ചം തെളിക്കുന്ന സമയത്ത് നമുക്ക് ഇന്ത്യയിലേക്ക് വെളിച്ചം കിട്ടുന്നില്ല. അതായത് അമേരിക്കയുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഇന്ത്യ വരുന്നത്. അതുകൊണ്ട് അവിടെ ഇരുട്ടായിരിക്കും. ഇനി ഗ്ലോബ് മേശപ്പുറത്ത് വച്ച് ക്ലോക്കിൻ്റെ ചലന ദിശയ്ക്ക് എതിരായി, അതായത് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഗ്ലോബ് സാവധാനം തിരിച്ച് ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗം ലൈറ്റിന് നേരെ കൊണ്ടുവരൂ. ഇപ്പോഴോ? ഈ സമയത്ത് ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗത്ത് വെളിച്ചം വീഴുന്നതായും അമേരിക്കയുടെ ഭാഗത്ത് ഇരുട്ടായുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യം വെളിച്ചം വീണ ഭാഗത്ത് തന്നെയാണോ ഇപ്പോഴും വെളിച്ചം പതിയുന്നത്? അല്ല. വീണ്ടും ഇതേ രീതിയിൽ തിരിച്ചു നോക്കൂ. ഇതേ രീതിയിൽ തിരിക്കുമ്പോൾ അതുപോലെ തന്നെ വെളിച്ചം വീഴുന്നതിൻ്റെ നേരെ എതിർവശത്ത് നമുക്ക് വെളിച്ചമില്ലാതെ ഇരുണ്ട ഭാഗമായിട്ടാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കാം. ഭൂമിയിൽ പകലും രാത്രിയും ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ഇനി എഴുതി നോക്കൂ. സൂര്യൻ്റെ പ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലും പതിക്കാത്ത എതിർഭാഗത്ത് ഇരുട്ടുമായിട്ടാണ് അഥവാ രാത്രിയുമായിട്ടാണ് അനുഭവപ്പെടുന്നത്. നമ്മുടെ രാജ്യം ഇന്ത്യ. ടീച്ചറെ, എന്തിനാണ് ഗ്ലോബിൽ കരഭാഗത്ത് ഇത്രയും നിറങ്ങൾ? സയാൻ ചോദിച്ചു. ഓരോ നിറവും ഓരോ രാജ്യത്തെ സൂചിപ്പിക്കുന്നു, ടീച്ചർ മറുപടി പറഞ്ഞു. ഇതിലെവിടെയാണ് നമ്മുടെ രാജ്യം? ദാ നോക്കിക്കേ, ഇവിടെ ഈ പിങ്ക് നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ഇന്ത്യ. ടീച്ചർ കുട്ടികൾക്ക് ഇന്ത്യയുടെ സ്ഥാനം കാണിച്ചു കൊടുത്തു. ഗ്ലോബിൽ ഇന്ത്യയുടെ സ്ഥാനം നിങ്ങളും കണ്ടെത്തൂ. ഇന്ത്യയുടെ അതിർത്തി രേഖ ഒരു കടലാസിലേക്ക് പകർത്തി വരച്ചാൽ ഈ രൂപത്തിലാവും. ഇത്തരത്തിലുള്ള ചിത്രങ്ങളെ നമ്മൾ ഭൂപടങ്ങൾ എന്നാണ് വിളിക്കുക. ദേശീയ പതാക. ഇന്ത്യയുടെ ദേശീയ പതാക നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച എന്നീ നിറങ്ങളോട് കൂടിയതാണ് ഇന്ത്യൻ ദേശീയ പതാക. മധ്യഭാഗത്ത് നീല നിറത്തിൽ 24 ആരക്കാലുകളുള്ള അശോക ചക്രവുമുണ്ട്. ക്ലാസ്സിൽ കൂട്ടുകാരോടൊത്ത് ശരിയായ അളവിലുള്ള ദേശീയ പതാക തയ്യാറാക്കുക. അത് നിങ്ങൾ ചെയ്തു നോക്കണേ. ഇതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു ചില അടയാളങ്ങൾ കൂടി നമുക്കിനി പരിചയപ്പെടാം. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമരയാണ്. ദേശീയ ചിഹ്നം അശോക സ്തംഭമാണ്. ശ്രദ്ധിക്കണം, നേരത്തെ നമ്മൾ പഠിച്ചത് അശോക ചക്രമാണ്. അശോക സ്തംഭമാണ് കേട്ടോ ദേശീയ ചിഹ്നം. ദേശീയ മൃഗം കടുവയാണ്. ദേശീയ പക്ഷി മയിലാണ്. ദേശീയ വൃക്ഷം പേരാലാണ്. ആൽമരം എന്നെഴുതിയാലും മതി. നമ്മുടെ സംസ്ഥാനം. ഇന്ത്യയെ വിവിധ സംസ്ഥാനങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഭാഷയിലും വേഷത്തിലും ജീവിത രീതികളിലും ഓരോ സംസ്ഥാനവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനം ഏതാണ്? കേരളമാണ് അല്ലേ? തന്നിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം കണ്ടെത്തൂ. ദാ ഇവിടെയായിട്ടാണ് കേരളം വരുന്നത്. ഇതാണ് കേരളം. ഇന്ത്യയുടെ ആകെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് കേരളം എന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആകെ 29 സംസ്ഥാനങ്ങളാണ് കേട്ടോ ഉള്ളത്. പ്രധാനമായും മലയാളം സംസാരിക്കുന്നവരുടെ പ്രദേശം എന്ന നിലയിലാണ് കേരളം രൂപം കൊണ്ടത്. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? തമിഴ്നാട്, കർണാടക എന്നിവയാണ്. ഇനി കേരളത്തിൻ്റെ ഭൂപടം നോക്കിക്കേ മക്കളെ. എന്നാണ് കേരളപ്പിറവി ദിനം? നവംബർ 1. കേരളപ്പിറവി ദിനവുമായി ബന്ധപ്പെട്ട് വിദ്യാലയത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? സംഘഗാന മത്സരം, പിന്നെ കേരളവുമായി ബന്ധപ്പെട്ട ചിത്രരചന, കളറിംഗ് മത്സരം, അതുപോലെ വായനാ മത്സരം. മലയാളമായതുകൊണ്ട് തന്നെ, മലയാള ഭാഷയുടെ പിറവി ആയതുകൊണ്ട് തന്നെ നമുക്ക് വായന മത്സരം നടത്താറുണ്ട്. അതുപോലെ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല രീതിയിലും കേരളവും മലയാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല മത്സരങ്ങളും നമ്മൾ ആ ദിനത്തോടനുബന്ധിച്ച് നടത്താറുണ്ട്. കേരളത്തെ ഭരണ സൗകര്യത്തിനായി വിവിധ ജില്ലകളായി തിരിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭൂപടം നോക്കി ജില്ലകളെ വേർതിരിച്ചറിയൂ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 14 ജില്ലകളാണ് നമുക്കുള്ളത് കേട്ടോ. കേരളത്തിൽ എത്ര ജില്ലകളാണുള്ളത്? 14. നിങ്ങളുടെ ജില്ല ഏതാണെന്ന് അവിടെ എഴുതി കൊടുക്കണേ. അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ജില്ലകളെ ക്രമമായി പട്ടികയിൽ എഴുതൂ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. കേരളത്തിൻ്റെ ഭൂപടം പകർത്തി വരച്ച് നിങ്ങളുടെ ജില്ലയ്ക്ക് നിറം നൽകൂ. അത് നിങ്ങൾ ചെയ്യണേ. ഭൂപടം നിരീക്ഷിച്ച് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. കടൽ തീരമുള്ളത് ഏതെല്ലാം ജില്ലകൾക്കാണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ്.
നിങ്ങളുടെ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? അതും നിങ്ങൾ എഴുതണം. ഭൂപടത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ പലരും പല ജില്ലകളിലായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ജില്ല ഏതാണോ അതിനനുസരിച്ച് എഴുതുക. കേരളത്തിൻ്റെ ഭൂപടം വലുതാക്കി വരച്ച് കട്ടിക്കടലാസിൽ ഒട്ടിക്കൂ. ജില്ലകളുടെ അതിർത്തി രേഖകളിലൂടെ കഷ്ണങ്ങളായി മുറിച്ചെടുക്കൂ. ഇവ കൂട്ടിക്കലർത്തൂ. ഇനി ഈ കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് ഭൂപടം പഴയതുപോലെയാക്കൂ. അതും നിങ്ങൾ ക്ലാസ്സിൽ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ, ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താവും? കുറച്ചുകൂടെ വ്യക്തമായിട്ട് കേരളത്തിൻ്റെ ഭൂപടവും അതുപോലെ ജില്ലകളും എവിടേക്കാണ് എന്നുള്ള ഒരു ആശയം കിട്ടും കേട്ടോ. ഇനി നമുക്ക് കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദപ്രശ്നം പൂർത്തിയാക്കാം. ആദ്യം വലത്തേക്ക്. 2, ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. 3, കടൽ തീരമുണ്ട്. വയനാടും മലപ്പുറവും അതിർത്തി ജില്ലകളാണ്. കോഴിക്കോടാണ്. 4, കൊല്ലം ആലപ്പുഴ ജില്ലകളുമായി അതിർത്തിയുണ്ട്. അത് ഇടുക്കിയാണ്. 6, തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ജില്ല. ഇത് ഒരേ ഒരു ജില്ലയേ ഉള്ളൂ, വയനാടാണ്. 8, കേരളത്തിൻ്റെ ഒരു അയൽ സംസ്ഥാനം കർണാടകയാണ്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാട് എന്ന് എഴുതാം കേട്ടോ. പിന്നെ താഴേക്ക് മലപ്പുറം, തൃശ്ശൂർ ജില്ലകളോട് ചേർന്ന് കിടക്കുന്നു, പാലക്കാടാണ്. 3, മറ്റു ജില്ലകളാൽ ചുറ്റപ്പെട്ടത് കോട്ടയമാണ്. 5, കേരളത്തിൻ്റെ ഒരറ്റത്താണ് സ്ഥാനം, തിരുവനന്തപുരമാണ്. 9, ഒരു വശത്ത് കടൽ, മറുവശത്ത് കർണാടകം, 3 അയൽ ജില്ലകൾ, കണ്ണൂരാണ് കേട്ടോ. ഇനി അടുത്തത് മുകളിലേക്കാണ്. 7, കേരളത്തിൻ്റെ ഒരു അയൽ സംസ്ഥാനം തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക എന്ന് എഴുതാം. 10, മലപ്പുറവും പാലക്കാടും തൊട്ടടുത്ത ജില്ലകൾ, തൃശ്ശൂരാണ്. 11, കേരളത്തോട് ചേർന്നുള്ള കടൽ അറബിക്കടലാണ്. ഇത് നിങ്ങൾക്ക് തൊട്ട് മുൻപ് നമ്മൾ പഠിച്ച കേരളത്തിൻ്റെ ഭൂപടം നോക്കിയാൽ ഉത്തരങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. ഇനി ഇതുപോലെയുള്ള കൂടുതൽ പദപ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കൂട്ടുകാരുമൊത്തിട്ടൊന്ന് കളിച്ചു നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാനുള്ള മറ്റൊരു പ്രവർത്തനമാണ് എന്ത്? നിങ്ങളുടെ ജില്ലയുടെ പേരും അതിൻ്റെ ആസ്ഥാനം ഏതാണെന്നും പിന്നെ നിങ്ങളുടെ ജില്ലയിലുള്ള പ്രധാന സഞ്ചാര കേന്ദ്രങ്ങളും അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നും അയൽ ജില്ലകൾ ഏതൊക്കെയാണെന്നും കടൽ തീരമുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്താണെന്നും എഴുതി കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. ഓക്കെ, നിങ്ങൾ ഏത് ജില്ലയിലാണോ ഉള്ളത് അതിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ അതിനനുസരിച്ച് എഴുതി കൊടുക്കുക. ഇനി കേരളത്തിൻ്റെ ഭൂപ്രകൃതി. കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് മുകളിലുള്ള പ്രദേശം മലനാടാണ്. ഈ പച്ച നിറത്തിൽ കണ്ടോ, അതാണ് മലനാട്. പിന്നെ ഏറ്റവും അവസാനം താഴെയുള്ള കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം തീരപ്രദേശമാണ്, ഈ മഞ്ഞ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മലനാടിൻ്റെയും തീരപ്രദേശത്തിൻ്റെയും ഇടയിലുള്ള നാടാണെന്ത്? ഇടനാട്. അതാണ് ഈ നീല കളറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളും ഒരുപോലെയാണോ? അല്ല. പ്രധാനമായും 3 തരത്തിലുള്ള പ്രദേശങ്ങളാണ് കേരളത്തിലുള്ളത്. കടലിനോട് ചേർന്നുള്ള പ്രദേശത്തെ തീരപ്രദേശമെന്നും മലയോട് ചേർന്നുള്ള പ്രദേശത്തെ മലനാടെന്നും വിളിക്കാം. ഇവയ്ക്കിടയിലുള്ള പ്രദേശത്തെ ഇടനാടെന്ന് വിശേഷിപ്പിക്കുന്നു. ചിത്രത്തിലെ കൃഷി എന്താണ്? തേയില കൃഷിയാണ്. ഏത് പ്രദേശത്തായിരിക്കും ഇത്തരം കൃഷി ഉണ്ടായിരിക്കുക? മലനാട് പ്രദേശത്തായിരിക്കും ഇത്തരം കൃഷികൾ കാണാനായിട്ട് സാധിക്കുക. കാപ്പി, ഏലം, തേയില തുടങ്ങിയവയെല്ലാം നമുക്ക് മലനാട്ടിലാണ് കാണാനായിട്ട് സാധിക്കുക. എല്ലായിടത്തും ഒരേ തരം വിളകളായിരിക്കുമോ കൃഷി ചെയ്യുന്നത്? അല്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കേരളത്തിലെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയ്ക്കനുസരിച്ച് ആ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന വിളകളും മാറ്റമുണ്ടായിരിക്കും. ചിത്രത്തിലെ തൊഴിൽ ഏതാണ്? മത്സ്യബന്ധനമാണ്. അഥവാ മീൻ പിടിക്കുന്നതിന് നമ്മൾ മത്സ്യബന്ധനം എന്നാണ് പറയുന്നത്. കൂടുതൽ പേർ ഈ തൊഴിൽ ചെയ്യുന്നത് ഏത് പ്രദേശത്തായിരിക്കും? തീരപ്രദേശത്തായിരിക്കും. കാരണം അവിടെയാണല്ലോ കടലുകളൊക്കെ കൂടുതലുള്ളത്. ഒരു പ്രദേശത്തുള്ള തൊഴിലുകൾക്ക് അവിടുത്തെ സവിശേഷതകളുമായി ബന്ധമുണ്ട്. ചില തൊഴിലുകൾ എല്ലാ പ്രദേശത്തും ഉള്ളവയാണ്, എന്നാൽ ചിലത് തീരപ്രദേശത്ത് മാത്രമേയുള്ളൂ. മലനാട്ടിലും ഇടനാട്ടിലും മാത്രമുള്ള തൊഴിലുകളുമുണ്ട്. നിങ്ങളുടെ പ്രദേശത്തിൻ്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തൊഴിലുകളുണ്ടോ? ഉണ്ടെങ്കിൽ കണ്ടെത്തി എഴുതുക. അത് നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ നാട് എവിടെയാണോ, അതായത് നിങ്ങളുടെ ജില്ല ഏത് പ്രദേശത്ത് ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നതാണോ അവിടെ മാത്രമായിട്ടുള്ള കൃഷികളുണ്ടെങ്കിൽ അതെഴുതി കൊടുക്കുക. നീണ്ട കടൽ തീരം, വലുതും ചെറുതുമായ നദികൾ, നിരവധി കായലുകൾ, വിശാലമായ കൃഷിയിടങ്ങൾ, പലതരം കാടുകളും മലനിരകളും പുൽമേടുകളും. എത്ര സുന്ദരമാണ് നമ്മുടെ നാട് അല്ലേ? അപ്പോൾ കേരളത്തെ വെറുതെ അല്ല ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മക്കളെ? ഇനി നമുക്ക് വിലയിരുത്താം ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ചോദ്യം 1, ശരിയായത് വട്ടത്തിലാക്കൂ. നമ്മുടെ ദേശീയ മൃഗം ആന, കടുവ, സിംഹം. കടുവയാണ്. ഗ്ലോബിൽ കടൽ ഭാഗം ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം നീല, പച്ച, മഞ്ഞ. നീലയാണ്. കടലിനോട് ചേർന്നുള്ള പ്രദേശം മലനാട്, ഇടനാട്, തീരപ്രദേശമാണ്. ചോദ്യം 2, ശരിയോ തെറ്റോ? ചോദ്യം 1, ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് സൂര്യൻ. ശരിയാണ്. നമ്മുടെ തലയ്ക്ക് മുകളിൽ മാത്രമാണ് ആകാശമുള്ളത്. തെറ്റാണ്. സൂര്യനും ചന്ദ്രനും ഒരേ വലുപ്പമാണ്. തെറ്റാണ്.
ഭൂമിയിൽ കരഭാഗത്തിൻ്റെ ഇരട്ടിയിലധികം കടലുണ്ട്. ശരിയാണ്. സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു. തെറ്റാണ്. ഭൂമിയാണ് സൂര്യന് ചുറ്റും കറങ്ങുന്നത് കേട്ടോ. ഇന്ത്യയിൽ രാത്രിയായിരിക്കുമ്പോൾ അമേരിക്കയിലും രാത്രിയായിരിക്കും. തെറ്റാണ്. ഇന്ത്യയിൽ രാത്രിയായിരിക്കുമ്പോൾ അമേരിക്കയിൽ പകലായിരിക്കും. ചോദ്യം 3. കേരളത്തിൻ്റെ ഭൂപടം പരിശോധിച്ച് കളങ്ങൾ പൂർത്തിയാക്കൂ. കടൽ തീരമുള്ള ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട്. ഇനി കർണാടകയുമായി അതിർത്തി പങ്കിടുന്നവ വയനാട്, കാസർഗോഡ്. കടൽ തീരമില്ലാത്തതും അയൽ സംസ്ഥാനവുമായി അതിർത്തി പങ്കിടാത്തതുമായ ജില്ല കോട്ടയം. പ്രവർത്തനം 4. വിവിധ തൊഴിലുകൾക്ക് നേരെയായി നൽകിയിട്ടുള്ള കളങ്ങൾക്ക് സൂചന അനുസരിച്ച് നിറം നൽകൂ. കന്നുകാലി വളർത്തൽ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്, അതുകൊണ്ട് പച്ച നിറം നൽകാം. കടലിൽ നിന്ന് മീൻപിടുത്തം അത് തീരപ്രദേശത്ത് മാത്രമുള്ളൂ, അതുകൊണ്ട് നീല നിറം നൽകാം. പച്ചക്കറി കൃഷി എല്ലാ പ്രദേശത്തുമുണ്ട്, പച്ച നിറം നൽകാം. ഏലകൃഷി മലനാട്ടിലും ഇടനാട്ടിലുമാണ് കാണുന്നത്, ചുവപ്പ് നിറം നൽകാം. കാപ്പി കൃഷിയും മലനാട്ടിലും ഇടനാട്ടിലുമാണ്, ചുവപ്പ് നിറം നൽകാം. കച്ചവടം എല്ലാ പ്രദേശത്തുമുണ്ട്, പച്ച നിറം നൽകാം. റബ്ബർ കൃഷി മലനാട്ടിലും ഇടനാട്ടിലുമാണ്, ചുവപ്പ് നിറം നൽകാം. വസ്ത്രം തയ്ക്കൽ എല്ലാ പ്രദേശത്തുമുണ്ട്, പച്ച നിറം നൽകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ 7ാമത്തെ യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. അത്യാവശ്യം പഠിക്കാനുള്ള ചാപ്റ്ററാണ്. പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത പ്രവർത്തനങ്ങളും മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്